പഴയ തറവാടുകൾ കാണുമ്പോൾ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഗൃഹാതുരത്വം ഉണരും, അല്ലേ? അങ്ങനെയെങ്കിൽ ഏകദേശം 3 നൂറ്റാണ്ടോളം പഴക്കമുള്ള ഒരു എട്ടുകെട്ടിന്റെ വിശേഷങ്ങളായാലോ? അതെ, സാമൂതിരിക്കും മുമ്പ് കോഴിക്കോടിന്റെ ആദ്യ രാജാവ് എന്നറിയപ്പെടുന്ന പോർലാതിരി ഭരിച്ച കാലത്ത് നിലനിന്നിരുന്ന ഒരു തറവാടാണ് കക്കോട്ടിരി മണ്ണത്തൂർ തറവാട്. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്തിലെ പിലാശ്ശേരി എന്ന സ്ഥലത്താണ് ഈ തറവാട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 25ഓളം കിടപ്പുമുറികളും 2 നടുമുറ്റവും നീണ്ട ഇടനാഴികളും ഉയരം കുറഞ്ഞ മച്ചും വാതിലുകളും ഈ തറവാടിന്റെ പഴക്കം സൂചിപ്പിക്കുന്നവയാണ്. ഓരോ കിടപ്പുമുറികളിലും അന്നത്തെ പ്രാചീന രീതിയിലുള്ള ശുചീകരണ സൗകര്യങ്ങളുമുണ്ട്. കക്കോട്ടിരി കാവിനു പുറമെ തറവാട്ടിനകത്തുള്ള മച്ചിൽ ഭഗവതിക്ക് ഇപ്പോഴും വിഷു ദിവസം പൂജ നടത്തി വരുന്നുണ്ട്. പഴക്കമേറിയ പ്ലാവിൻ്റെയും തേക്കിൻ്റെയും മറ്റും ഒറ്റത്തടിയിൽ തീർത്ത വലിയ തൂണുകളും ഉത്തരങ്ങളും ഇന്നും യാതൊരു കേടുപാടുകളുമില്ലാതെ നിലനിൽക്കുന്നു. സാമൂതിരിയുമായുള്ള പോർലാതിരിയുടെ യുദ്ധം നടന്നത് കൂടുതലും ഇന്നത്തെ പടനിലം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. അന്നത്തെ കാലത്ത് തറവാട്ടിലുള്ളവർ സുഖചികിത്സ നടത്തിയിരുന്ന ഒറ്റത്തടിയിലുള്ള എണ്ണത്തോണി ഇപ്പോഴും മച്ചിൻപുറത്ത് കാണാം. വീടിന്റെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞിട്ട് തന്നെ ഏകദേശം 140ഓളം വർഷം ആയിട്ടുണ്ട് എന്നും അന്നത്തെ കാലത്ത് 6000 ഉറുപ്പികയോളം ഇതിന് ചിലവായി എന്നും മറ്റും കാണിക്കുന്ന ഒരു മരത്തിന്റെ ഫലകം നമുക്ക് ഈ തറവാട്ടിൽ കാണാം. തറവാട്ടിലെ നാരായണ പണിക്കർ എന്ന കാരണവരായിരുന്നു ഈ അറ്റകുറ്റപ്പണികൾ നടത്തിച്ചത്. അദ്ദേഹത്തിന്റെ നിറം മങ്ങിയ ഒരു ഫോട്ടോ ഇപ്പോഴും തറവാട്ടിൽ കാണാം. വില്യം ലോഗന്റെ മലബാർ മാനുവൽ, ശ്രീധരമേനോന്റെ കോഴിക്കോടിന്റെ ചരിത്രം, അനിരുദ്ധന്റെ പത്മവ്യൂഹം എന്ന ചരിത്ര നോവൽ, അശോകൻ ചേമഞ്ചേരിയുടെ പോർലാതിരി കോഴിക്കോടിന്റെ ആദ്യ രാജാവ് എന്നീ എഴുത്തുകളിലെല്ലാം മണ്ണത്തൂർ തറവാടിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. കിഴക്കുഭാഗത്തും പടിഞ്ഞാറു ഭാഗത്തുമായി 2 പടിപ്പുരകൾ ഉണ്ടായിരുന്നു എന്നും ഇതിൽ പടിഞ്ഞാറ് ഭാഗത്തെ വലിയ പടിപ്പുരയുടെ മുകൾ വശം അന്നത്തെ ദേശത്തിന്റെ അധികാരിയായിരുന്ന തറവാട് കാരണവരുടെ ഓഫീസായിരുന്നു എന്നും ഇതേ തറവാട്ടിലെ അംഗമായ അനിൽകുമാറിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. അച്ഛന്റെ തറവാടാണ്. അച്ഛൻ ഇവിടെ അടുത്ത് വീടുണ്ടാക്കിയോണ്ട് ഞങ്ങൾക്ക് അവിടെ താമസം. ഈ തറവാടിന്റെ ശരിക്കുള്ള പേര് കക്കോട്ടിശ്ശേരി മുണ്ടക്കമ്പറമ്പടുത്ത് മണ്ണത്തൂർ എന്നാണ്. ശരിക്കും ഇവരെ പറയാ കക്കോട്ടി നായന്മാരെന്നാണ്. ഈ തറവാടിന് ഒരു 200 വർഷം പഴക്കമാണ് പറയുന്നത്. നായർ തറവാടാണ്. കക്കോട്ടിയുടെ പറഞ്ഞ സ്ഥലത്ത് അതിന് പണ്ട് തറവാടുണ്ടായിരുന്നു. അവിടെ കരിയാത്തനും കരുവനും ദേവം വന്ന സമയത്ത് പിന്നീട് തറവാട് മാറി താമസിച്ചതാണ്. അങ്ങനെ 8ഓളം താവകകളായിട്ട് കക്കോട്ടി ഡിവൈഡ് ചെയ്ത് അതിൽ മണ്ണത്തൂർ താവകയിൽപ്പെട്ടാണ്. അതായത് മുണ്ടക്കമ്പറമ്പത്ത് അതിന് ആദ്യം തറവാടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. ഇത് മണ്ണ് തൂർന്ന ഭാഗമാണ്, അതാണ് മണ്ണത്തൂർ. ഇത് മണ്ണ് തൂർന്ന ഭാഗമാണ് ശരിക്കും. ഇതിന് നേരെ അപ്പുറം മണ്ണിലിടം എന്ന് പറയും. അവിടെ മണ്ണിടുന്നതാണ്. അവിടെ മണ്ണിലിടം പറഞ്ഞ തറവാടുണ്ട്. പക്ഷെ ഒരുക്കും വേറെ പേരുണ്ട്, എടത്തിൽ തറവാട് എന്ന് പറയും. ഈ എടത്തിൽ അപ്പം ഇതില് കൊടിനായന്മാർ പണ്ട് കാലത്ത് പോർലാതിരിന്റെ പടനായന്മാരായിരുന്നു എന്നാ പറയുന്നത്. അതായത് കോഴിക്കോട് സാമൂതിരി ഭരിക്കുന്നതിന്റെ മുമ്പേ 1300 വർഷം സാമൂതിരി കോഴിക്കോട് ഭരിക്കാൻ തുടങ്ങിയിട്ട് 1600 വർഷം കിട്ടുള്ളൂ. 1200 BC-യിലേക്കാണ് സാമൂതിരി കോഴിക്കോട് മൊത്തം പിടിച്ചെടുക്കുന്നത്. അപ്പൊ അതുവരെ കോഴിക്കോട് ഭരിച്ചിരുന്ന പോർലാതിരി രാജാവിന്റെ പടനായന്മാരായിരുന്നു ഇവരെന്ന് പറയുന്നത്. പോർലാതിരിക്ക് പല സ്ഥലത്ത് ആസ്ഥാനമാണ്. നമ്മൾ പോലൂരുണ്ടായിരുന്നു, കോട്ടാമ്പറമ്പ്, അങ്ങനെ കുറെ ആസ്ഥാനങ്ങളുണ്ട്. അങ്ങനെ അതും 44 വർഷം യുദ്ധം ചെയ്തിട്ടാണ്, ചതിയിലൂടെയാണ്. അത് പല ചരിത്ര പുസ്തകങ്ങളും ഇല്ല കാര്യമാണ്. സാമൂതിരി കോഴിക്കോട് പിടിച്ചെടുക്കും. അതിന് സാമൂതിരിക്കുള്ള യുദ്ധം വെച്ചാൽ സാമൂതിരിക്ക് പണ്ട് കാലത്തെ കേരളം ഭരിച്ചിരുന്ന ചേര രാജവംശത്തിലെ അവസാനത്തെ രാജാവ് പോകുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൊടുത്ത സമയത്ത് സാമൂതിരിക്ക് മാത്രം ഉടവാള് കൊടുത്തിരുന്നു. വെട്ടിപ്പിടിക്കാൻ അവകാശം സാമൂതിരിക്ക് കൊടുത്തിരുന്നു. അങ്ങനെ 44 വർഷം യുദ്ധം നടന്ന് ആ യുദ്ധം കളരി യുദ്ധങ്ങളാണ് ഉണ്ടാവുക. അതായത് പകല് മാത്രം യുദ്ധം ചെയ്യുക, ഒരേ ഇപ്പൊ 100 കളരിപ്പടമാരെ ഇറങ്ങുക, അപ്പുറം അങ്ങനെയാണ് യുദ്ധം ചെയ്തത്.
സമയത്ത് സാമൂതിരിയെ നേരിടാനുള്ള പടയാളികളെ നൽകുന്ന മണ്ണത്തൂർ തറവാടിന് ഇന്ന് നാം കാണുന്ന കളരിക്കണ്ടി എന്ന സ്ഥലത്ത് ഒരു വലിയ കളരിയും ഔഷധക്കുളവും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. മണ്ണത്തൂർ തറവാടിനെ കുറിച്ചും ആ കാലത്തെ നാടുവാഴി ചരിത്രത്തെക്കുറിച്ചും ഞങ്ങൾക്ക് വിവരിച്ചു തന്നത് ഇതേ തറവാട്ടിലെ പുതുതലമുറക്കാരനായ കിഷോറും അതുപോലെ ഈ തറവാട്ടിലെ മുതിർന്ന അംഗവും സ്വതന്ത്ര പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ അനിൽകുമാർ മണ്ണത്തൂരും അദ്ദേഹത്തിൻ്റെ മകനും അധ്യാപകനുമായ ഗോവിന്ദുമാണ്. ഇതുപോലെ ചരിത്രമുറങ്ങുന്ന തറവാടുകൾ നിങ്ങളുടെ എല്ലാം ചുറ്റുവട്ടത്തുണ്ടാവും. ഭാവി തലമുറയ്ക്കായി ഇതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇല്ലെങ്കിൽ അവർക്കെല്ലാം ഇത് വെറുമൊരു പഴങ്കഥ മാത്രമാവും. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായി കാണാപ്പുറം വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു.